നമസ്കാരം. തനിക്ക് കിട്ടേണ്ട സ്നേഹം നഷ്ടമാകുമോ എന്ന ഭയം ഒരു 12 വയസ്സുകാരിയെ കൊലപാതകി ആക്കിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ നടുക്കുന്ന ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ മലയാളികൾക്ക് ഈ വാർത്തകളൊന്നും കേൾക്കുമ്പോൾ ഒരു നടുക്കം തോന്നുന്നില്ല. കാരണം ദിവസം പ്രതി ഇത്തരത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കൊലപാതകങ്ങളും ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള ആളുകളുമാണ്. അത് പണ്ടൊക്കെ വലിയവരും മുതിർന്നവരുമാണ് കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പോ കുട്ടികളാണ് കൊലപാതകം ചെയ്യുന്നത്, അല്ലെ? ശരിക്കും കണ്ണൂരിൽ എന്താണ് സംഭവിച്ചത്? അല്ല, ഇപ്പോ കൊലപാതകങ്ങൾക്ക് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഒരു വർഷം തുടങ്ങിയതിനു ശേഷം കൂടുതൽ കൊലപാതകങ്ങളും പലതും മലയാളികൾ കേട്ടു. അക്ഷരാർത്ഥത്തിൽ ഈ പറഞ്ഞ കണക്ക് നടുക്കമൊന്നും ഇല്ല. പക്ഷെ ഒരു കൊലപാതകം കണ്ണൂരിൽ നടക്കുന്നു. ആ കൊലപാതകം ചെയ്തത് ആദ്യം മാതാപിതാക്കളാണെന്നൊരു സംശയം വരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിലായിട്ടാണ് വരുന്നത് 12 വയസ്സുകാരിയാണ് ഈ 4 മാസമുള്ള ഒരു കുഞ്ഞിന്റെ കൊലപാതകി എന്ന് കേട്ടപ്പോൾ അത് ശരിക്കും കേരളത്തെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. അതായത് ആ കുട്ടി പോലീസിനോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് കിട്ടേണ്ട സ്നേഹം തന്നിൽ നിന്ന് ആ അച്ഛനും അമ്മയ്ക്കും ഇല്ലാതായി പോകുമോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു കൊലപാതകം ചെയ്തതെന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. പിന്നെ 3 മാസങ്ങൾക്ക് മുമ്പായിരുന്നു പിതാവ് മരിച്ചത്. അമ്മ പെൺകുട്ടിയോടൊപ്പമല്ല. അപ്പോ ഈ പിതാവിന്റെ സഹോദരനാണ് ഈ പെൺകുട്ടിയെ ഇവിടേക്ക് കണ്ണൂരിലേക്ക് കൊണ്ടുവരുന്നതും അവർക്കൊപ്പം താമസിപ്പിക്കുന്നതും. അപ്പോ ആ പെൺകുട്ടിയുടെ വളരെയധികം സ്നേഹമായിരുന്നു അവർക്ക്. അപ്പോ ഈ 4.5 മാസമുള്ള കുട്ടിയെ എന്തുകൊണ്ടോ ആ കുട്ടിയുടെ ഭയങ്കരമായിട്ട് ഈ കുട്ടിക്ക് വൈരാഗ്യം തോന്നുന്നു. അതായത് തന്നോടുള്ള സ്നേഹം ആ കുഞ്ഞിലേക്ക് പോകുന്നു. അപ്പൊ ആ കുഞ്ഞ് കാരണം തന്നോടുള്ള സ്നേഹം കുറയുന്നു എന്ന് കരുതിയിട്ടാണ് ഈ കുട്ടിയോട് വൈരാഗ്യം തോന്നുകയും ഉറങ്ങിക്കിടന്ന അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെ ആ പുലർച്ചെ എഴുന്നേറ്റുകൊണ്ട് ആ കുട്ടിയെ എടുത്തുകൊണ്ട് കിണറ്റിലേക്ക് എറിയുകയാണ്. ആദ്യമൊക്കെ നമുക്കറിയാം തിരുവനന്തപുരത്ത് ഉണ്ടായ ആ സംഭവം, ബാലരാമപുരത്ത് ഉണ്ടായ സംഭവം നമുക്കറിയാവുന്ന സമാനമായ ഒരു സംഭവമാണ്. അതായത് ഒരു കുട്ടിയെ ആ കുട്ടിയുടെ മാമനല്ലേ, ഹരികുമാർ എന്ന് പറയുന്ന അതായത് സ്വന്തം സഹോദരിയുടെ കുഞ്ഞിനെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഒരു വ്യക്തി ഈ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തുകയാണ്. ഈ സംഭവം നമ്മൾ മലയാളികൾക്ക് ഉണ്ടാക്കിയ നടുക്കം വലുതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമാനമായ രീതിയിൽ ഒരു കൊലപാതകം, അതായത് കുഞ്ഞിനെ, അതും ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കിണറ്റിലേക്ക് എടുത്ത് എറിയുന്ന ഒരു സംഭവം. അക്ഷരാർത്ഥത്തിൽ നടുക്കം തന്നെയാണ്, വേദനാജനകമാണ്. അതും ഇവിടെ കൊലപാതകം ചെയ്തിരിക്കുന്ന ഒരു 12 വയസ്സുകാരിയെന്ന്. ഈ പിള്ളേരൊക്കെ എന്താണ് ഈ ചിന്തിച്ച് കൂട്ടുന്നത്, അല്ലേ? അത് ആ കുട്ടിയെ എനിക്ക് തോന്നുന്നു മറ്റാരുടെയെങ്കിലും പ്രേരണ ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കാം. ആ കുട്ടി ഉള്ളത് കൊണ്ടാണ് നിന്നിലോട്ട് സ്നേഹം വരാത്തതെന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞ് ആ കുട്ടിയെ ചിലപ്പോ ഇത്തരത്തിലേക്ക് ആക്കി എടുത്തതായിരിക്കാം, അറിയില്ല. പക്ഷെ എങ്കിൽ പോലും ആ കുട്ടി ഒരു ഭാവഭേദവും ഇല്ലാതെ അങ്ങനെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റൊരാള് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു മോട്ടീവ് ആ കുട്ടിക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കണം. കാരണം ആ കുട്ടി തന്നെയാണ് അച്ഛനും അമ്മയും എഴുന്നേൽപ്പിച്ചുകൊണ്ട് വാവയെ കാണാനില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. അപ്പോ ആദ്യം പോലീസ് അന്വേഷണത്തില് ആ വീട്ടിൽ മൊത്തം 5 പേരായിരുന്നു. ഒരു കുട്ടി മരിച്ചു, ബാക്കി 4 പേര്. അപ്പൊ അന്വേഷണം അവരിലേക്ക് പോവുകയാണ്. അപ്പൊ ആദ്യം ഈ പറഞ്ഞ അച്ഛനും അമ്മയിലും മാത്രമായിരുന്നു ഇവർ കൊലപാതകം നടത്തിയിട്ട് കുട്ടിയെ കാണാനില്ല, കുട്ടി കൊല്ലപ്പെട്ടു എന്ന രീതിക്കൊക്കെയായിരുന്നു. പക്ഷെ ഈ മാതാപിതാക്കൾ നൽകിയ ചില മൊഴികളിൽ നിന്നാണ് ഈ കേസ് നിർണായക വഴിത്തിരിവിലേക്ക് പോയത്. അതായത് ഈ 12 വയസ്സുകാരി ആ പിതാവിന്റെ സഹോദരന്റെ മകൾ, ആ കുട്ടിക്ക് വൈരാഗ്യം തോന്നിയത്. അതായത് വാക്സിനേഷൻ രേഖകൾ അടക്കം ഈ പെൺകുട്ടി തീയിട്ടിരുന്നു. അപ്പോ അതൊക്കെ കേട്ടപ്പോ പോലീസിന് ചെറിയൊരു പന്തികേട് തോന്നി. പിന്നീടാണ് ഈ പെൺകുട്ടിയെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇവര് ചോദിക്കുന്നത്. അപ്പൊ ആദ്യമൊക്കെ പെൺകുട്ടി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് ഈ പെൺകുട്ടി പറഞ്ഞു, ഇങ്ങനെ എനിക്ക് വൈരാഗ്യമുണ്ട്, എന്നോടുള്ള സ്നേഹം ആ കുട്ടിയിലേക്ക് പോകുമെന്ന് കരുതിക്കൊണ്ടാണ് തനിക്ക് അത് സഹിക്കാൻ കഴിയാതെ താൻ ഇത്തരത്തിൽ കുട്ടിയെ കിണറ്റിലേക്ക് ഇറങ്ങി കൊലപ്പെടുത്തിയതെന്ന്. ഈ ഒരു കൊലപാതക വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു സിനിമ ഓർമ്മ വരുന്നുണ്ട്. അതെ, എന്റെ വീട് അപ്പൂനെ. ആ സിനിമയില് ആ കുട്ടിയുടെ മാനസിക അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു സഹോദരനോട് മാതാപിതാക്കൾ കൂടുതൽ സ്നേഹം കാണിക്കുന്നു, തനിക്ക് കിട്ടേണ്ട സ്നേഹം കുറയുന്നു എന്ന് വരുമ്പോ ഒരു കുഞ്ഞു മനസ്സിൽ എന്തൊക്കെയാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് ആ സിനിമയിൽ നമ്മൾ കണ്ടതാണ്. ചിലപ്പോൾ സമാനമായിട്ടും ഈ കുട്ടിയുടെ മനസ്സിലും അങ്ങനത്തെ ഒരു സ്നേഹം കുറയുന്നു എന്ന ചിന്ത മാത്രമാണോ ഈ കുട്ടി അലട്ടിയിരുന്നത് എന്നതൊരു സംശയമാണ്. കാരണം വീടിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലേ, വീട് നഷ്ടമാകുമെന്ന് പേടിച്ചിരുന്നു. അങ്ങനെ ആ വീട്ടിലായിരുന്നല്ലോ അവൾ കഴിഞ്ഞിരുന്നത്. അപ്പൊ എന്തായിരുന്നാലും ഈ പറഞ്ഞ കണക്കെ ആ സഹോദരിയിലേക്ക് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം പോകുമ്പോൾ ആ വീട്ടിൽ നിന്ന് തന്റെ സ്ഥാനം നഷ്ടമാവുകയാണല്ലോ ചെയ്യുന്നത്. അതാണ്. അപ്പൊ ഈ കണ്ണീരോടെ അല്ലാതെ നമുക്ക് ഒരിക്കലും
ഒരിക്കലും മലയാളികൾക്ക് ഈ എന്റെ വീട് അപ്പുണ്യം സിനിമ കണ്ടു തീർക്കാൻ കഴിയത്തില്ല. കാരണം ഇത്തരം ഒരു ഇതിവൃത്തം ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇടയുണ്ടോന്നൊക്കെ ആ സമയത്ത് പല ചർച്ചകളും ഉയർന്നിരുന്നു. പക്ഷെ കാലങ്ങൾക്ക് ഇപ്പുറമാണ് അത്തരത്തിലൊരു സംഭവം നടക്കുന്നതെന്നുള്ളതാണ്. അപ്പോ ഈ ഒരു അതായത് എന്താ പറയാ, സന്തുഷ്ട കുടുംബമായി ജീവിക്കുന്ന വിശ്വനാഥൻ, ഭാര്യ മീര, ഇവരെ ചുറ്റിപ്പറ്റിയായിരുന്നു ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് വാസു, രണ്ടാനമ്മയായിരുന്നു ഈ പറയുന്ന മീര. പക്ഷെ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ആയിരുന്നു. ഒരു അമ്മ എന്നതിലുപരി ഒരു ഫ്രണ്ട്സിനെ പോലെയൊക്കെ തന്നെയായിരുന്നു. ഇതിനിടയിലാണ് കുഞ്ഞ് വരുന്നത്. ആ കുഞ്ഞ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ആ കുഞ്ഞിനോട് ക്ഷമിക്കണം, ഈ വാസുവിനോട് പല കാര്യത്തിലും അകൽച്ച എന്ന് പറയാൻ പറ്റില്ല, വഴക്ക് പറയുമ്പോഴൊക്കെ അത് ആ ഇളയ കുഞ്ഞിനോട് സ്നേഹം കാണിക്കുന്നതോടാണ് തന്നോട് അകൽച്ച കാണിക്കുന്നത്, ദേഷ്യം കാണിക്കുന്നതൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് പിന്നെ ആ ഒരു അലട്ടൽ, തന്നിൽ നിന്ന് അകന്നോ എന്നുള്ള ഒരു അലട്ടലിലാണ് വാസു കുറ്റവാളിയായി തീരുന്നത്. പിന്നീട് കുഞ്ഞനിയന്റെ കൊലപാതകത്തിൽ ഇത് കലാശിക്കുന്നു. ജുവനൈൽ ഹോമോ ഒക്കെ ആയിട്ട് ആ കഥ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. ഇത് തന്നെയാണ് ഈ പറഞ്ഞ കണ്ണൂരിലെ കൊലപാതകം. പിതാവ് മരിച്ചു, മാതാവ് ഉപേക്ഷിച്ചു പോയി, കൂടെ ഉള്ളത് ബന്ധുക്കളാണ് ഒപ്പമുള്ളത്. അപ്പൊ സ്വന്തം മകളെ പോലെ വളർത്തുന്നതിനിടെയാണ് ഇവർക്കിടയിൽ ആ കുട്ടി വരുന്നത്. ആ കുട്ടി വരുമ്പോൾ തന്നോടുള്ള സ്നേഹം മുഴുവനായും കുട്ടിയിലേക്ക് പോകുമെന്ന ഭയം ആ പെൺകുട്ടിയെ ഈ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. ഈ ഇളയ കുട്ടി വരുന്നവരെ അത്രയും കാലം എല്ലാ പരിചരണവും ആ കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ പുതിയ ഒരാൾ വരുമ്പോൾ ശ്രദ്ധ അവരിലേക്ക് പോകുന്നതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ അത് ആ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഈ സിബി മലയിൽ പോലും ഈ ഒരു വാർത്ത വന്നപ്പോൾ അക്ഷരാർത്ഥത്തില് ഞെട്ടിപ്പോയി എന്നാണ് അദ്ദേഹം പോലും പറഞ്ഞത്. സിബി മലയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ പുറത്തിറങ്ങി ഇത്ര വർഷമായിട്ടും സമൂഹം ഇക്കാര്യം വേണ്ട വിധത്തില് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് അതിൽ വിഷമമുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബോബിയും സഞ്ജയുമായിരുന്നു ഈ ചിത്രം തിരക്കഥയുമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നത്. അപ്പോ പല കുടുംബങ്ങളിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ആർക്കും അറിവില്ലായിരുന്നു എന്നല്ല, പല കുടുംബങ്ങളും ഉണ്ടായിരിക്കും, അതങ്ങനെ പുറത്തേക്ക് വന്നിരുന്നില്ല. ഇപ്പൊ ഇളയ കുട്ടി ഉണ്ടാകുമ്പോൾ മൂത്ത കുട്ടിയിൽ ശ്രദ്ധ കൂടുന്ന ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പല കുടുംബങ്ങളിലും ഉണ്ട്. ഈ സംഭവം പറയുമ്പോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനിപ്പോ ഒറ്റ മകളാണ്. എന്റെ കൂട്ടത്തില് ഒരുപാട് 2 മക്കളുള്ള അങ്ങനത്തെ പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ അതില് മൂത്ത കുട്ടികൾ പലരും എന്നോട് ഇങ്ങനെ പരാതി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ കുടുംബത്തിലൊക്കെ ഇളയ കുട്ടികളോടാണ് അച്ഛനും അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. അത് പൊതുവെ ഉള്ളൊരു സംഭവമാണ്. മൂത്ത കുട്ടികളെ ഒരു എന്താ അവരോട് സ്നേഹം ഉണ്ടാകും, പക്ഷെ അത് പ്രകടനത്തിൽ കാണില്ല. പക്ഷെ ഇളയ കുട്ടികളോട് ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കര അത് പ്രകടനത്തിൽ ഉണ്ടാകും. അപ്പൊ അങ്ങനെ പരാതി പറഞ്ഞ ഒരുപാട് മൂത്ത കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ കുടുംബത്തിനുള്ളിൽ അങ്ങനെ ഒരു പ്രവണത ഉണ്ട്. ശരിക്കും അത് നേരിട്ട ഒരുപാട് പേരെ എനിക്കറിയാം. അതുകൊണ്ട് പറയണം, അങ്ങനെ ഒരു പ്രവണത ഉണ്ട്. ഇളയ കുട്ടിയോട് കൂടുതൽ സ്നേഹം കാണിക്കുക, മൂത്ത കുട്ടിയെ ഇത്തിരി ഒന്ന് മൂത്ത കുട്ടിയോട് ഒരു അകൽച്ച കാണിക്കുക. ഇത് ചില മാതാപിതാക്കൾ ഇത് പറയുന്നത് നിന്നെ കണ്ടു വേണം ഇളയ കുട്ടി വളർന്നു വരാൻ. അപ്പൊ നീ ഇങ്ങനെ കാണിച്ച ആ രീതിയിൽ ഒരു കുറ്റപ്പെടുത്തലായിരിക്കും മൂത്ത കുട്ടികളെ ശരിക്കും മാതാപിതാക്കൾ നടത്തുന്നത്. അപ്പോ ഈ ഒരു പ്രവണത എല്ലാ കുടുംബങ്ങളും ഉണ്ട് എന്നല്ല, പക്ഷെ ചില കുടുംബങ്ങളിലും ഈ ഒരു പ്രവണത ഉണ്ട്. ഇളയ കുട്ടിയോട് സ്നേഹം കൂടുതൽ കാണിക്കുക, മൂത്ത കുട്ടിയോട് സ്നേഹം കുറവ് കാണിക്കുക, അല്ലേ? അതെ, അദ്ദേഹം പറയുന്നുണ്ട് പലരും ഈ പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിയാൻ താമസിച്ചു പോകാറുണ്ട്. എന്റെ വീട് അപ്പുന്റെയും സിനിമ തിയേറ്ററുകളിൽ വന്ന ശേഷം മാതാപിതാക്കൾ പലരും അദ്ദേഹത്തെ ഫോൺ വിളിച്ചു തുടങ്ങിയെന്നാ പറഞ്ഞത്. എന്നിട്ട് കൂടുതലും അമ്മമാരായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. എന്നിട്ട് അവർ പറയുന്നത് അവർക്കൊരു തിരിച്ചറിവായിരുന്നു ഈ സിനിമ എന്നാണ് അവർ പ്രതികരിച്ചത്. എന്തുകൊണ്ടാണ് എന്റെ മൂത്ത കുട്ടി റിബലായും പെരുമാറുന്നത്, ഇളയ കുട്ടിയെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ അവർ പലപ്പോഴും മനസ്സിലാക്കുന്നത് ഈ സിനിമ കണ്ടിട്ടാണ്. ഇളയ കുട്ടിയെ ഉപദ്രവിക്കുന്ന മൂത്ത കുട്ടിയെ ഇവരൊക്കെ ശിക്ഷിക്കാറുണ്ടായിരുന്നു. അപ്പോ അതിന് പിന്നിലെ കാരണം എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. പക്ഷെ അവര് മൂത്ത കുട്ടിയെ അടിച്ചതൊക്കെ തെറ്റായി പോയി. അവര് പലരും കരഞ്ഞുകൊണ്ടൊക്കെയായിരുന്നു അദ്ദേഹത്തോട് പ്രതികരിച്ചിരുന്നത്. അദ്ദേഹം ഒരു മാധ്യമത്തോട് ഈ ഒരു വാർത്ത വന്നതിന് ശേഷം അങ്ങനെ പ്രതികരിക്കുകയായിരുന്നു. അപ്പൊ പലരും അവരവരുടെ ആ ഒരു എന്താ പറയാ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പലതും കാണിക്കും. അതായത് ഇളയ കുട്ടിയിലേക്ക് ആ സ്നേഹം പോകുന്നു, തനിക്ക് ആ സ്നേഹം കിട്ടണമെന്ന് കരുതിക്കൊണ്ട് അറ്റൻഷന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ ഇളയ കുട്ടിയിലേക്ക് ആ ശ്രദ്ധ മുഴുവനായിട്ട് കേന്ദ്രീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പിരിമുറുക്കം ഈ കുഞ്ഞുങ്ങളിലൊക്കെ രൂപപ്പെടാറുണ്ട്. പിന്നീട് അവര് വാശിയും ദേഷ്യവും ഒക്കെ കാണിക്കുന്നത് ഈ ഇളയ കുട്ടിയോടായിരിക്കും. നീ വന്നതിന് ശേഷമാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്, അകൽച്ച വന്നത്, അവൻ വന്നതിന് ശേഷമാണ് എല്ലാം നടന്നതൊക്കെ
ചിന്തിക്കാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും ഇത് ഈ ഒരു അകൽച്ച കാണിക്കുന്ന മാതാപിതാക്കളെക്കാൾ കൂടുതലും ഇവര് വെറുക്കുന്നത് ആ ഇളയ കുട്ടിയെ. ആര് കാരണമാണ് തങ്ങൾക്ക് ഒരു സ്നേഹക്കുറവ് വരുന്നത്, അവരോടായിരിക്കും കൂടുതൽ ഒരു ദേഷ്യം വരുന്നത്. അത് കുട്ടികളാണ് അവര്. അപ്പോ ഈ അഫാന്റെ കേസിലായിരുന്ന പോലും അഫാൻ പറയുന്നുണ്ട്, അതായത് 15-ാം വയസ്സിൽ അവൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് അച്ഛനും അമ്മയും അവനെ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല. അവന്റെ ഇളയ അനിയനിലേക്കായിരുന്നു ആ ശ്രദ്ധ മുഴുവൻ കേന്ദ്രം. അപ്പൊ ആ സമയത്ത് അവൻ സൂയിസൈഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ അതൊക്കെ ഒരു പ്രധാന കാരണമാണ്. അതായത് ഇളയ ഒരാൾ വരുമ്പോ മൂത്ത ആളോടുള്ള ഒരു അറ്റൻഷൻ കുറയാൻ സ്വാഭാവികമായിട്ട് മാതാപിതാക്കൾ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം അവനെ നോക്കിയില്ലേ, അപ്പൊ അവന് അറിയാം, ആ ഒരു ഇത് മനസ്സിലാക്കും, ഇനി ഒരു ഇളയ കുഞ്ഞല്ലേ അവനെ നോക്കണ്ടേ എന്നുള്ള രീതിക്കാണ് മാതാപിതാക്കൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ഇവിടെ അതൊരു നെഗറ്റീവായി മാറുകയാണ്. അതൊരു വൈരാഗ്യ ബുദ്ധിയോടെയുള്ള ഒരു പെരുമാറ്റമായിരിക്കും പിന്നീട് ആ ഇളയ കുഞ്ഞുങ്ങളിലേക്ക് പോവുക. എന്തെങ്കിലും അക്രമവാസന കാണിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പോലും അങ്ങനെ അല്ല വാവേ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം നീ അങ്ങനെ ചെയ്തല്ലേ എന്നുള്ളത് ചിലപ്പോൾ ഉപദ്രവമായിരിക്കാം ഉണ്ടാകുന്നത്. അപ്പോ അത്തരത്തിലൊരു പ്രശ്നം കൂടെ ഇതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് നമ്മളെ കുടുംബത്തില് ചിലപ്പോ അവരത് പേടിച്ചിട്ട് പോലും പറയാത്തതായിരിക്കും. അപ്പൊ നമ്മളെ പല കുടുംബങ്ങളിൽ അങ്ങനെ ഒരു മൂത്ത കുട്ടി ഒരു അവഗണന നേരിടുന്ന, അല്ലെങ്കിൽ ചില കുടുംബങ്ങളിൽ ഇളയ കുട്ടിയായിരിക്കും, അതിപ്പോ മാതാപിതാക്കളുടെ ഒരു സ്നേഹത്തിന്റെ. പക്ഷെ നമ്മുടെ കുട്ടികൾ രണ്ടുപേരും ഈക്വൽ ആണെന്ന് കരുതി രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കാൻ ശ്രമിക്കുക. മറ്റേ കുട്ടിക്ക് ഒരു അങ്ങനെ ഒരു ഫീൽ കൊടുക്കാതിരിക്കുക. ഇവനേക്കാളും ഇഷ്ടം എനിക്ക് അവനെയാണ് എന്നൊരു ഫീൽ ആ കുട്ടിക്ക് കൊടുക്കാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, അല്ലെ? ഈ മാതാപിതാക്കൾക്ക് ഈ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ, അതായത് ഇതിന്റെ അനന്തര ഫലങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് തൊട്ട് ഈ ദേഷ്യം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിൽ വരെ ഇതിനൊരു പ്രധാന പങ്ക് മാതാപിതാക്കൾക്കുണ്ട്. ഈ കുട്ടികളെ കോപം നിയന്ത്രിക്കാനുള്ള ഒരു പ്രധാന ഘടകം അവരുടെ കോപപ്രകടനത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ ആദ്യം തിരിച്ചറിയാൻ ശ്രമിക്കണം. ചിലപ്പോൾ മറ്റു പല കാര്യങ്ങളുമായിരിക്കും, മറ്റുള്ളവർ കാണിക്കുന്ന ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു പരിഹാസം, പഠിക്കുന്നതിൽ നേരിടുന്ന എന്തെങ്കിലും വിഷമങ്ങൾ. നമുക്കറിയാം കുട്ടികൾക്ക് പുറത്ത് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പല പീഡന ശ്രമങ്ങളും അധ്യാപകരിൽ നിന്ന് പോലും നേരിടുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ പലതുമൊക്കെ അവരെ അലട്ടുമ്പോൾ അവരുടെ ആ ഒരു കോപപ്രകടനമൊക്കെ ഇതിലേക്ക് കടന്നു വരുന്നതാണ്. അപ്പൊ രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് തനിക്ക് അതിന് സാധിക്കാതെ പോയതെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ആദ്യം ഒരുക്കണം. അതല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. ഇന്ന കാര്യം കൊണ്ട് തനിക്കത് കഴിയുന്നില്ല, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ആ കുട്ടിയെ സമാധാനിപ്പിക്കാൻ ആദ്യം ശ്രമിക്കണം. പിന്നെ കുട്ടിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ അത് ഒരിക്കലും ആവശ്യപ്പെടരുത്. ഇതൊക്കെ ഒരു പ്രകോപനത്തിന് കാരണമാകുന്നുണ്ട്. പിന്നെ ഈ തലച്ചോറിനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ വലത് ഭാഗം എന്ന് പറയുന്നത് വികാര പ്രകടനങ്ങളുമായും ഇടത് ഭാഗം എന്ന് പറയുന്നത് യുക്തിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ വലത് ഭാഗം ഇടത് ഭാഗത്തേക്കാൾ വേഗത്തിൽ വികസിക്കുന്നത് കൊണ്ടാണ് ഈ വികാരങ്ങളോട് യുക്തിസഹമായിട്ട് ഈ പ്രതികരിക്കാൻ കുട്ടികൾക്ക് സാധിക്കാതെ വരുന്നത്. അപ്പോ യുക്തിപരമായ ഭാഗം പൂർണ്ണമായി വികസിക്കുന്നതിന് ഈ പറയുന്ന സമയവും ജീവിതാനുഭവം ഒക്കെ ആവശ്യമാണ്. ആ സമയത്ത് മാത്രമേ ഒരു കുട്ടിക്ക് ഏതൊക്കെ സാഹചര്യങ്ങളോട് ഉചിതമായിട്ട് പ്രതികരിക്കാൻ സാധിക്കും എന്നത് എന്താ പറയാ നമുക്ക് പറ്റുന്നത്. അപ്പോ ഈ ദേഷ്യപ്പെടുന്നുള്ള കാരണങ്ങളും കുട്ടികളുടെ ദേഷ്യത്തിനുള്ള ചില പൊതുവായ കാരണങ്ങളും ഒക്കെ നമുക്ക് അറിയാം ജനിതകപരമായിട്ട്. പിന്നെ ADHD, വിഷാദം, അങ്ങനെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങള്, കുടുംബ പ്രശ്നങ്ങൾ, ഈ മാതാപിതാക്കൾ തമ്മിലുള്ള പരസ്പരമുള്ള ഒരു യുദ്ധത്തിനിടയ്ക്ക് മക്കളെ പോലും കരുവാക്കാറുണ്ട്, മക്കൾ പോലും ആക്രമണത്തിന് ഇരയാകാറുണ്ട്. അപ്പോൾ അതിന് മൂത്ത കുട്ടിയെന്നും ഇളയ കുട്ടിയെന്നും ഒന്നും വേർതിരിവില്ല. അപ്പൊ അതൊക്കെ കുട്ടികളുടെ ആ ഒരു മാനസികമായിട്ടുള്ള നിലയെ ബാധിക്കുന്ന വിഷയമാണ്. ഈ മാതാപിതാക്കളിൽ നിന്ന് നേരിടുന്ന കടുത്ത പെരുമാറ്റങ്ങൾ പോലും അവരെ പലതരത്തിൽ ബാധിക്കും. പിന്നെ കൂട്ടുകാരിൽ നിന്നുള്ള, സമപ്രായക്കാരിൽ നിന്നുള്ള കളിയാക്കലുകള്, ശരിയായിട്ട് കുട്ടികൾ ഉറങ്ങിയില്ലെങ്കിലും പ്രശ്നമാണ്. അക്രമാസക്തമായ ഈ വീഡിയോ ഗെയിമുകളൊക്കെ കുട്ടികളെ കാണിക്കുന്നതൊക്കെ മോട്ടീവാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അക്രമവാസന കൂടാനുള്ള ഒരു മോട്ടീവായിരിക്കും. പിന്നെ പറഞ്ഞ ശാരീരികമോ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ചൂഷണമൊക്കെ കുട്ടികൾക്ക് വിധേയരായാലും ഇത്തരത്തിൽ അവർ അക്രമവാസന കാണിക്കുക, അതിനെതിരെ പ്രൊവോക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യും. അപ്പോ ഈ കണ്ണൂര് സംഭവത്തില് ശരിക്കും ഈ കുട്ടി ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും നഷ്ടമായതാണ്, അല്ലെ? തീർച്ചയായും വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ടായിരിക്കും. അച്ഛന്റെ അമ്മയുടെ ഒരു സ്നേഹം ഇല്ലാതിരുന്നു എന്നതും ആ കുട്ടിയെ സംബന്ധിച്ച് വലിയൊരു ഒരു കടമ്പ തന്നെയായിരുന്നു. വലിയൊരു ആ കുട്ടി അലട്ടിയിരുന്ന ഒരു പ്രശ്നം തന്നെയായിരുന്നു. അപ്പോ ഇപ്പോ മഞ്ഞുരുകും കാലം എന്ന് പറഞ്ഞൊരു സീരിയലുണ്ട്, ഞാനിത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ആ സീരിയലിലെ ഒരു പ്രമേയം എന്ന് പറയുന്നത് കുട്ടികളില്ലാത്ത ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയെ ദത്തെടുത്ത് കൊണ്ടുപോകുന്നു.
പിന്നെ അവർക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഈ കുട്ടിയെ അവഗണിക്കുന്നു, അല്ലെങ്കിൽ അപ്പോൾ ആ കുട്ടി കടന്നു പോകുന്ന ചില മാനസികാവസ്ഥകൾ, അവഗണനകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിപ്പോ ഈ സംഭവം ഒന്ന് മാറ്റി നിർത്തിയ, ഇപ്പോ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതായത് കുട്ടികളില്ലാത്തപ്പോ കുട്ടികളെ ദത്തെടുക്കുന്നവരുണ്ട്, കുട്ടികൾ ഉണ്ടാവുമ്പോൾ അവരെ അവഗണിക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. അപ്പോ അങ്ങനെയുള്ളവര് ദയവായിട്ട് എന്താ കുട്ടികൾക്ക് അങ്ങനെയുള്ളവരാ എന്താ ചെയ്യേണ്ടത്? അത്തരത്തിലൊരു മൈൻഡോട് കൂടിയല്ലല്ലോ ആ സമയത്ത് കുട്ടികൾ ദത്തെടുക്കുന്നത്. തങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാലും ഈ കുട്ടിയോടുള്ള സ്നേഹം മാറില്ല എന്നുള്ളൊരു വിചാരത്തോടെ ആയിരിക്കും ആ സമയത്ത് കുട്ടികളെ ദത്തെടുക്കുന്നത്. പക്ഷെ പിന്നീട് സ്വന്തം കുഞ്ഞ് ഇതാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ കുഞ്ഞിലേക്ക് മാത്രം സ്നേഹം ഒതുങ്ങിപ്പോകും, മറ്റൊരു കുഞ്ഞിനെ അവഗണിക്കുന്ന നിലയിലെത്തും. അങ്ങനെ പലതരത്തിലുള്ള കേസുകളും പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോ ഈ നിസ്സാര കാര്യങ്ങൾക്ക് പോലും നിരന്തരം കടുത്ത വാശിയും ദേഷ്യവും ഒക്കെ കാണിക്കുന്ന കുട്ടികളുടെ ഈ ശാരീരികവും മാനസികമായ വളർച്ചയ്ക്ക് ഇത് തീരെ അനുയോജ്യമൊന്നുമല്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവരുടെ കോപമൊക്കെ നിയന്ത്രിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഈ പറഞ്ഞ ഈ പെരുമാറ്റം ഇവരിങ്ങനെ പെരുമാറുമ്പോൾ അതിന്റെ അനന്തര ഫലം എന്താണെന്ന് ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കണം. ആദ്യം കുഞ്ഞിനെ സ്നേഹത്തോടെ പറഞ്ഞാണ് മനസ്സിലാക്കാനുള്ളത്. ഓടി ചെന്ന് ഉടനെ തന്നെ ആക്രമിച്ചുകൊണ്ടല്ല അതിനെക്കുറിച്ച് ദേഷ്യത്തോടെ പറയണം. കുഞ്ഞിനെ സ്നേഹത്തോടു കൂടി അത് പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷെ കുട്ടി അപ്പോഴും വഴങ്ങുന്നില്ല എങ്കിലാണെങ്കിൽ ദേഷ്യം തുടങ്ങി അവര് ശാന്തരാകുന്നവരെ നമ്മൾ സൈലന്റ് ആവുക. നമ്മൾ സൈലന്റ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി തനിയെ നമ്മുടെ അടുത്ത് വരും, ഖേദപ്രകടനമൊക്കെ നടത്തും, ഒരു സോറിയൊക്കെ പറയും. അപ്പൊ സോറിയൊക്കെ പറയുമ്പോ നമ്മുടെ ആ ഒരു സ്നേഹവും ചെറിയൊരു കാക്കശയോ ഒക്കെ ഇടകലർത്തിക്കൊണ്ട് വേണം ആ കുഞ്ഞിനോട് തിരിച്ചത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അല്ലാതെ പെട്ടെന്ന് തന്നെ കുട്ടീനെ അടിക്കാനോ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനോ ഒന്നും ശ്രമിക്കരുത്. എങ്കിൽ കുഞ്ഞത് വേറെ രീതിയിലായിരിക്കും എടുക്കുന്നത്. നമ്മുടെ സ്നേഹവും വേണം, ആ ഒരു കാക്കശയും വേണം. അത് രണ്ടും ഇടകലർത്തി വേണം നമ്മൾ എപ്പോഴും കുട്ടികളോട് പെരുമാറാനുള്ളത്. കുട്ടിയുടെ കുട്ടി ആ ചെയ്തൊരു കാര്യത്തിന്റെ ആ ഒരു പരിണിത ഫലം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴേ ആ തെറ്റ് ഇവർ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. അപ്പോ അത്തരത്തിലുള്ള ഒരു നീക്കമൊക്കെ നടത്താം. അപ്പൊ ആ കുട്ടി ആ തെറ്റ് തിരിച്ചറിയുകയും മാപ്പപേക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരോട് ആ സമയത്തൊന്നും അങ്ങനത്തെ രീതിയിൽ സംസാരിക്കാൻ പാടില്ല. അതായത് അവർ സ്വന്തമായിട്ട് താൻ ചെയ്തത് തെറ്റാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു കുറച്ച് സമയം അവർക്ക് കൊടുക്കണം മാതാപിതാക്കള്. പക്ഷെ ഈ ഒരു കണ്ണൂരിലെ ഈ ഒരു വിഷയത്തോടു കൂടി സോഷ്യൽ മീഡിയയിലടക്കം കുറച്ച് പ്രതിഷേധമൊക്കെ ഉയരുന്നുണ്ട്, ചിലരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പല പല അഭിപ്രായങ്ങൾ വരും. അപ്പോ ഒരാള് കമന്റ് ചെയ്തിരിക്കുന്ന നോക്കുക. തീർച്ചയായിട്ടും നമ്മൾ കുറ്റവാളി തന്നെയാണ്. ഒരിക്കലും ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ പ്രായമോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥയോ അത് എന്ത് തന്നെയായാലും അതൊരിക്കലും ആ കുട്ടി ചെയ്ത കുറ്റത്തിൽ നിന്ന് ആ കുട്ടിയെ വിമുക്തയാക്കുന്നില്ല. നമുക്കൊരു സോഷ്യൽ മീഡിയയിൽ വന്നൊരു കമന്റ് കൂടി നോക്കാം. അതായത് ശരിയാണ്, കൊലപാതകമാണ്, കുഞ്ഞിന്റെ ജീവനാണ് പോയത്, അമ്മയുടെയും അച്ഛന്റെയും വേദന അസഹനീയമാണ്. പക്ഷേ അവളുടെ സങ്കടം പറഞ്ഞു ഫലിപ്പിക്കാൻ പോലും പറ്റാത്ത ദയനീയ അവസ്ഥയിലായി പോയി കാണും, ഭയന്നു പോയി കാണും. കൊലപാതകം എന്നുള്ള ലക്ഷ്യമായിരിക്കില്ല ഉള്ളിൽ. അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം ഇല്ലാതാകുമോ എന്ന പേടിയായിരുന്നു. ആ പേടിയെ വലിച്ചെറിഞ്ഞു. പകയല്ല, വെറും നിസ്സഹായ അവസ്ഥ. ആരോഗ്യം നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന്റെ അബദ്ധം, അല്ലെങ്കിൽ തിരിച്ചറിവില്ലായ്മ. അവളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു എന്നൊരാൾ പറഞ്ഞിരിക്കുകയാണ്. കുഞ്ഞു മക്കളും സിനിമാ സ്റ്റൈലിൽ പിന്തുടരുന്നുവോ? അതായത് ഇപ്പോ എന്തെങ്കിലും സംഭവം ഉണ്ടായ ഉടനെ സിനിമകളിലേക്ക് ഇതേ തനിയാവർത്തനമായ സിനിമകൾ ഉണ്ടോന്ന് ചികഞ്ഞു പിടിച്ച് ആ സിനിമയെ കുറ്റപ്പെടുത്തുക എന്നൊരു സിനിമയുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. ആ കുഞ്ഞിന്റെ ആ ഒരു മനോനില അനുസരിച്ചായിരിക്കും ആ കുഞ്ഞ് ആ സമയത്ത് പെരുമാറിയത്. ചെയ്തത് തെറ്റല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിൽ ഒരാൾ കമന്റ് ചെയ്യുന്നുണ്ട്, ഒരു തമാശയ്ക്ക് വേണ്ടി ചില ആളുകൾ കുട്ടികളോട് പറയും ഇനി അവർക്ക് കുട്ടികൾ ഉണ്ടായതിനോടുള്ള സ്നേഹം കുറയുമെന്ന്. ഇത് കുട്ടികളുടെ മനസ്സിനെ വേദനിപ്പിക്കും. ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ ഒഴിവാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആരെങ്കിലും ഈ കുട്ടി അത്തരത്തിൽ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കൊരു സംശയമാണ്. അയലത്ത് താമസിക്കുക, ഇവർ അന്യ സംസ്ഥാനത്ത് നിന്നതാണ്. അപ്പോ അത്തരത്തിൽ ആരെങ്കിലും ഈ കുട്ടിയുടെ തമാശ പറയുകയോ പിന്നീട് ആ കുട്ടി അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇവരിങ്ങനെയാണ് എന്നോട് കാണിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ചിലപ്പോൾ ഈ ഒരു കൃത്യം ചെയ്തതായിരിക്കാം. അതുപോലെ മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത് പാവം കുട്ടി ചെയ്തത് ക്രൂരത ആണെങ്കിലും സ്നേഹം ഇല്ലാണ്ടാവുമ്പോ എന്ന് തോന്നലല്ലേ എന്ന്. നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. എങ്കിലും ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? അതെ. അത് മാത്രമല്ല ഈ സമൂഹം നോക്കിക്കാണേണ്ട പ്രധാന ന്യൂസ് ആണിത്. ദുഃഖമുണ്ട്, എന്തായാലും ഇവിടെ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയുക. ഇത്തരം വാർത്തകൾ നമുക്ക് അന്യമാകട്ടെ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാകല്ലേ എന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ അതിനേക്കാൾ അപ്പുറമുള്ള വാർത്തകളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കേരളത്തില് ഞാൻ കേൾക്കുന്നത്. ആദ്യമായിട്ടാണ്, അല്ലേ? നേരത്തെ അതായത് ഈ കുട്ടി ഒരു കുഞ്ഞിനെ സ്നേഹം ഇങ്ങനെ
കിട്ടില്ല എന്ന് കരുതി സ്വന്തമല്ല എങ്കിൽ പോലും ആ ഒരു കുട്ടിയെ കൊലപ്പെടുത്തുക എന്നൊരു വാർത്ത ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഇതിൽ വേറൊരാൾ കമന്റ് ചെയ്തിട്ടുള്ളത് സ്നേഹം കുറയുമോ എന്ന പേടിയല്ല, സ്നേഹം കുറഞ്ഞു അത് തന്നെ കാരണം. സ്വന്തം കുഞ്ഞു വന്നപ്പോൾ 12 വയസ്സുകാരി കൊണ്ട് പണി എടുപ്പിച്ചിട്ടുണ്ടാവാം, പിച്ചക്കാരിയെ പോലെ ട്രീറ്റ് ചെയ്ത് കാണും, ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവില്ല. ഒരിക്കലും ആ കുട്ടിയെ കുറ്റം പറയാൻ കാര്യമില്ല. കാരണം ആ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ രക്ഷിതാക്കളായിരിക്കും. ഒരിക്കലും ആ മാതാപിതാക്കളെ ഇപ്പൊ കുറ്റപ്പെടുത്തേണ്ട സമയമല്ല. അല്ല, ആ മാതാപിതാക്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് ആ സ്നേഹം കിട്ടുന്നില്ല എന്ന് കരുതിയിട്ട് ഈ ഒരു 12 വയസ്സുകാരി ഇങ്ങനെ ഒരു ക്രൈം ചെയ്യില്ലല്ലോ. അതെ, അതുകൊണ്ട് ഒരിക്കലും ആ മാതാപിതാക്കളെ ഇപ്പൊ കുറ്റപ്പെടുത്തുന്ന സമയമല്ല. നമുക്ക് എന്താ വീട്ടിൽ നടന്നെന്ന് അറിയില്ല. അപ്പൊ അറിയാതെ നമ്മൾ ഒരിക്കലും കാലത്ത് ആരായിരിക്കും ഇങ്ങനെ സ്വന്തം പിതാവ് നഷ്ടപ്പെട്ടു, മാതാവ് നഷ്ടപ്പെട്ടു, അപ്പൊ ആ സഹോദരന്റെ മകളെ തന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് നോക്കണം. ഇക്കാലത്ത് ഏത് മനുഷ്യരാണ് അത്തരത്തിലൊരു അവരുടെ ആ ഒരു നല്ല മനസ്സിനെ കാണാതെ പോരുത്. അതെ, തീർച്ചയായിട്ടും അവരെ കുറ്റപ്പെടുത്തേണ്ട സമയമല്ല കേട്ടോ ഇത്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ എന്തോ ജനറ്റിക് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ ഒരു രീതിയിൽ, അതായത് ഇപ്പോഴത്തെ ജനറേഷനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ശരിക്കും ഇപ്പോഴത്തെ ജനറേഷനെ നമ്മളെ ചിന്തയിലൊന്നും നിൽക്കാത്ത രീതിയിലുള്ള പ്രവർത്തികളാണ് ഇപ്പോഴത്തെ പിള്ളേർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇത് വെറും 12 വയസ്സുകാരിയാണ് ഈ ഒരു ക്രൂര കൊലപാതകം ചെയ്തിരിക്കുന്നത്. പ്രായം ഒരിക്കലും ഒരു ആ കുട്ടി ചെയ്ത തെറ്റിൽ നിന്ന് ആ കുട്ടിയെ ന്യായീകരിക്കേണ്ട ഒരു ഘടകമല്ല പ്രായം ഒരിക്കലും. പിള്ളേരൊക്കെ എങ്ങോട്ട് ചിന്തിച്ചുകൊണ്ട് ഏത് രീതിയിലേക്ക് പിള്ളേരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ ആ 12 വയസ്സുകാരി ചെയ്ത ഒരു തെറ്റിന്റെ വ്യാപ്തി എന്താണെന്ന് ആ കുഞ്ഞിന് ഇപ്പോഴും അറിയില്ല. ഒരു കൊലപാതകം എന്ന് പറയുമ്പോൾ, ഒരു മരണം എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന് ഇപ്പോഴും അതിന്റെ ആ ഒരു ഡെപ്ത് എന്താണെന്ന് അതിന് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. പെട്ടെന്നുള്ള ഇങ്ങനെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഇങ്ങനെ മരണം അറിയുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ കൊണ്ടുപോയി ഇടാൻ അറിയാമല്ലോ. പിന്നെ നമുക്ക് അത് വെറും 12 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. ഒരിക്കലും നമുക്ക് അതിന് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് കരുതി നമുക്ക് അതിനെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ആ 12 വയസ്സുകാരിയാണെങ്കിൽ എന്റെ സ്നേഹം കുറയുന്നു, എന്റെ സ്നേഹം ഈ കുട്ടി തട്ടിയെടുക്കുന്നു എന്നാണെങ്കിൽ വേറെ വല്ലതും ചെയ്യാലോ, നുള്ളാലോ, അടിക്കാലോ. കിണറ്റിൽ തന്നെ കൊണ്ട് എന്റെ വീട് അപ്പുന്റെയും സിനിമ കണ്ടപ്പോ പിന്നെ എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു നിഗമനം വരാതിരുന്നത്? ഒരിക്കലുമല്ല. ആ ഒരു തന്നിൽ നിന്ന് ആ ഒരു സ്നേഹം, അതായത് കുഞ്ഞിലേക്ക് ആ സ്നേഹം പോകുന്നു. സ്വന്തം അമ്മയില്ല, അച്ഛനില്ല, അപ്പോൾ ആ ഒരു ലാളന, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്നേഹം, ലാളന ഒക്കെയാണ്. അപ്പൊ അത് തന്നിൽ നിന്ന് വിട്ടു പോകുമോ, അത് അല്ലെങ്കിൽ അത്രയും സ്നേഹം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നാണ് ആ പെൺകുട്ടി ഭയന്നത്. ആ കുട്ടി ചെയ്തതിനെ ന്യായീകരിക്കുന്നതല്ല, അതിന്റെ ആ അവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും ആ കുട്ടി കുറച്ചു കഴിഞ്ഞ് അത് മനസ്സിലാക്കുമ്പോൾ അതിന്റെ ജീവിതത്തിൽ ഇതിനെ വലിയ രീതിയിൽ ഇത് ബാധിക്കും. കുട്ടി ഇനി ജുവനൈൽ ഹോമിലേക്ക് കൊണ്ടുപോകും, കൗൺസിലിംഗ് ഒക്കെ കൊടുക്കും. അപ്പൊ ആ കുട്ടി ഇതിനെ ജീവിതത്തിൽ നേരിടാൻ പോകുന്നത് വലിയൊരു ഭീകരമായ ഒരു അവസ്ഥയിലായിരിക്കും ആ കുട്ടിയുടെ ഇനിയുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇനി ഒരിക്കൽ കൂടി ആ പെൺകുട്ടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ കുടുംബം സ്വീകരിക്കുമോ എന്ന് പോലെ നമുക്ക് സംശയമാണ്. അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ, അംഗീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അവരുടെ സ്വന്തം കുഞ്ഞിനെയല്ലേ നഷ്ടമാക്കിയിരിക്കുന്നത്. അപ്പോ അവരുടെ ആ ഒരു വേദന, ഇപ്പൊ ആ മാതാപിതാക്കൾ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ അത് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ് അല്ലെ. എന്ത് വേദനയോടെയാണ് അവരെങ്ങനെ അത് ഉൾക്കൊള്ളും ആ മാതാപിതാക്കൾ അല്ലേ. അതെ, എന്തായാലും തീർച്ചയായിട്ടും കേരളത്തെ ഏറെ ദുഃഖകരമായിട്ട് എന്താ പറയാ, ഒരു 12 വയസ്സുകാരി ഒരു കൊലപാതകിയായി മാറിയതിൽ ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ ഇക്കാര്യത്തിൽ ഒരു നോക്കിക്കാണുന്നത്. ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. തീർച്ചയായിട്ടും നമ്മൾ ചുറ്റുമുള്ളവരെ മാത്രമല്ല, നമ്മളെ കുട്ടികളെയും കൂടി നമ്മൾ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് ഒരു ഫോണും കൊടുത്ത് പറഞ്ഞുകൊണ്ടാ പിന്നെ നമ്മൾ നോക്കാറ് പോലും ഇല്ല പലരും. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ മനസ്സും കൂടി മനസ്സിലാക്കി, നമുക്ക് ബിസി ലൈഫാണ്, നമ്മൾ ഭയങ്കര തിരക്കുള്ളവരാണ്, ജോലിയുള്ളവരാണ്, പക്ഷെ കുട്ടികൾക്ക് കൊടുക്കേണ്ട സ്നേഹം യഥാസമയം കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്ന അവസ്ഥയിലാണ്. അപ്പോ കുട്ടികളെയും കൂടി കൺസിഡർ ചെയ്ത് അവർക്കും കൂടി വേണ്ടുന്ന സ്നേഹവും കരുതലും പരിഗണനയും ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോകാൻ നമ്മൾ മാതാപിതാക്കളും ശ്രമിക്കുക. നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും നമുക്ക് ഓരോ പാഠങ്ങളാണ്.